Now, how to find out the torque and shear stress using the concept of shear flow Q. Q already introduced ചെയ്തിരുന്നു. ആ Q ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ടോർക്കും ഷിയർ സ്ട്രെസ്സും റെപ്രസെന്റ് ചെയ്യാം. Consider a segment ds at a distance r from the centroid of a thin walled tube. ഒരു ഇറഗുലർ ഷേപ്പിലുള്ള തിൻ വോൾഡ് ട്യൂബാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. The thickness may vary. So let this be the centroid O. Consider a small element അല്ലെങ്കിൽ ഒരു സ്മോൾ സെഗ്മെൻറ്റ്. ഇതാണ് ചെറിയ സെഗ്മെൻറ്റ്. എല്ലാവരുടെ വ്യൂവാണ് വരച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് ലെങ്ത് ഡി എസ്. ഇതിൻ്റെ ലെങ്ത് ആണ് ഡി എസ്. എഡ്ജിൻ്റെ ലെങ്ത് ഡി എസ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ ഫ്രം ദ സെൻട്രോയിഡ്. ഈ ആർ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സെൻട്രോയിഡ് ഒ ആണ്. അവിടെ നിന്നുള്ള മെയിൻ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ. മെയിൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തിൻ വാൾഡ് ട്യൂബ് ആണെങ്കിലും അതിനൊരു ഇന്നർ ഔട്ടർ റേഡിയസ് ഉണ്ടാകും. അതിൻ്റെ ആവറേജ് ആണ് മീൻ എന്ന് പറയുന്നത്. സോ ഞാൻ എപ്പോഴും മീൻ എന്ന് പറയുന്നത് നടുക്കൂടെ ഒരു വര വരയ്ക്കും, ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കും, അല്ലെങ്കിൽ ഡോട്ടഡ് കർവ് വരയ്ക്കും. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മീൻ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ. റേഡിയസ് ആണെങ്കിലും ഡയമീറ്റർ ആണെങ്കിലും എന്താണെങ്കിലും. സോ നിങ്ങൾ എവിടെ ഫിഗർ എടുത്താലും നിങ്ങൾക്ക് കാണാം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ തിൻ വോൾഡ് ട്യൂബ് ദർ വിൽ ബി എ ഡോട്ടഡ് കർവ് ദാറ്റ് റെപ്രസെൻറ്റ് ദി ആവറേജ് വാല്യൂ. സോ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡി എസ് ലെങ്ത് ഉള്ള സെഗ്മെൻറ്റിൻ്റെ മീൻ റേഡിയസിലേക്കുള്ള ലെങ്ത് അല്ലെങ്കിൽ മീഡിയനിലേക്കുള്ള ലെങ്ത്, അതാണ് ആർ എന്ന് പറയുന്ന റേഡിയസ്, സ്മോൾ ആർ. നൗ ഫോർ ഇക്വിലിബ്രിയം, ഇത് നമ്മൾ നേരത്തെ വിളിച്ച തിയറി തന്നെയാണ്. നമ്മളൊരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ടോർക്ക് കാരണം മെറ്റീരിയലിൽ എനി സെക്ഷൻ ഇഫ് ഐ കൺസിഡർ ഫോർ ദാറ്റ് ക്രോസ് സെക്ഷൻ ദ മെറ്റീരിയൽ വിൽ ഗീവ് എ റെസിസ്റ്റൻസ്. അതാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ആ ഷിയർ സ്ട്രെസ് കാരണം അവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. സപ്പോസ് ദിസ് ഇസ് ദ സ്മോൾ മെറ്റീരിയൽ വി കൺസിഡർ. ഇവിടെ ടോർക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്ലൈ ചെയ്യുമ്പം ഈ മെറ്റീരിയൽ, ഇത് ക്രോസ് സെക്ഷനാണ്, ക്രോസ് സെക്ഷൻ ഈ ചെറിയ മെറ്റീരിയൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ആ ഷിയർ സ്ട്രെസ് കാരണം സെൻറ്ററിലൊരു മൊമെൻ്റ് ഉണ്ടാവും. മൊമെൻ്റ് ഡ്യൂ ടു ദാറ്റ് ഷിയർ സ്ട്രെസ് എത്ര വരും? ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഷിയർ ഫോഴ്സ്. അത് ഈ ഡയറക്ഷനിൽ വരും. ആ ഷിയർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൊമെൻ്റ് കിട്ടും. അത് ഇൻ്റഗ്രേറ്റ് ഓവർ ദി എൻറ്റയർ മെറ്റീരിയൽ. ഇവിടെ ആണെങ്കിൽ ഈ തിൻ വോൾഡ് ട്യൂബിന് ക്രോസ് സെക്ഷൻ മെറ്റീരിയൽ ക്രോസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് മൊമെൻറ്റ് കിട്ടും. ആ നെറ്റ് മൊമെൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്ന ടോർക്കിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ഫോർ ഇക്വിലിബ്രിയം നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഷുഡ് ബി സെയിം. നെറ്റ് മൊമെൻറ്റ് ഓൺ ദാറ്റ് സെക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ദി അപ്ലൈഡ് ടോർക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ് മൊമെൻറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. നെറ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് മുമ്പ് ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോക്ക് വൈസിലാണ് ടോർക്ക് എന്ന് വിചാരിക്കുക. ടോർക്ക് ക്ലോക്ക് വൈസ് കൊടുത്തു, ഇത് ഈ എൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കത്തെ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഫിഗർ വരച്ചിരിക്കുകയാണ് അതായി കൊടുത്തിരിക്കുന്നത്. സോ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ ഡി എസ് മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന സെഗ്മെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് തിരിച്ചായിരിക്കും. ഏത് ഡയറക്ഷൻ വരും? പെർപെൻഡിക്കുലർ ടു അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ടു ദിസ് പോയിന്റ്. ഇങ്ങനെ വരും. ലെറ്റ് ഇറ്റ് ദിസ് ബി ഡി എഫ്, ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ദ അപ്ലൈഡ് ടോർക്ക് ഓൺ ദാറ്റ് സെഗ്മെൻറ്റ് ഡി എസ് പെർപെൻഡിക്കുലർ ടു ആർ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ടു ദാറ്റ് സെഗ്മെൻറ്റ്. സോ അതിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം? ഷിയർ ഫോഴ്സ് ഓൺ സെഗ്മെൻറ്റ് ഡി എഫ് ഈസ് ഈക്വൽ ടു, നമുക്ക് ക്യൂവിൻ്റെ ടൈംസ് കൊണ്ട് എഴുതാം. ക്യൂ എന്ന് പറയുന്നത് ഷിയർ ഫ്ലോ ആണ്. ഷിയർ ഫ്ലോ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഹൗ ടു റൈറ്റ് ദ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഇൻറ്റു ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. സോ ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ട് എഴുതാം, ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ടൗ ഇൻറ്റു ഏരിയ. ഈ ഏരിയയിൽ തിക്നെസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്. അതിൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു തിക്നെസ് ആണ് നമ്മൾ ക്യൂ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ക്യൂ ഇൻറ്റു ലെങ്ത് ആണ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? ക്യൂ, ദാറ്റ് ഈസ് ഷിയർ ഫ്ലോ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റ് ഡി എസ്. ക്യൂ ഇൻറ്റു ഡി എസ്. ഇനി ഈ ഷിയർ ഫോഴ്സ് കാരണം എത്ര മൊമെൻ്റ് ഉണ്ടാവുന്നു? ദാറ്റ് ഈസ് മൊമെൻറ്റ് എബൌട്ട് ദ സെൻട്രോയിഡ് ഡ്യൂ ടു ദ ഷിയർ ഫോഴ്സ് ഡി എഫ്. എങ്ങനെ എഴുതാം? ഡി എം ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി എഫ്, ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടോർക്ക് എത്ര വരും? ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒരു ഡിഫറൻഷ്യൽ മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ ഓൺ ദാറ്റ് സ്മോൾ മെറ്റീരിയൽ. അപ്പോൾ ടോട്ടൽ ടോർക്ക് എത്രയായിരിക്കും? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ നെറ്റ് മൊമെൻറ്റ്. ഹൗ ടു ഫൈൻഡ് ഔട്ട് നെറ്റ് മൊമെൻറ്റ്? integrate over the entire length. So torque is equal to integrate over the entire length means entire surface. ഈ മുഴുവനും ക്രോസ് സെക്ഷൻ ഏരിയ, തിൻ വാൾഡ് ക്രോസ് സെക്ഷൻ ഏരിയ മുഴുവൻ സർഫസിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു.
for that dm. dm എത്രയാണ്? r df is equal to r into dfൻ്റെ വാല്യൂ q into ds ആണ്, q into ds. ഇതിൽ along the surface അല്ലെങ്കിൽ ഇത്രയും സെക്ഷനിൽ r a q that is a കോൺസ്റ്റന്റ് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. വിത്തിൻ ദ ക്രോസ് സെക്ഷൻ ആണെങ്കിലും ഡിഫറെൻ്റ് ക്രോസ് സെക്ഷൻ ആണെങ്കിലും q സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? q ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ദ സർഫസ് r ds. അപ്പോൾ സംശയം ഉണ്ടാവുക, r റേഡിയസ് അല്ലേ, അത് കോൺസ്റ്റൻ്റ് ആണോ? ദാറ്റ് ഈസ് വേരിയിങ്. കാരണം ഇതുപോലെ ഇറഗുലർ സർഫസ് എടുക്കുന്നതെങ്കിൽ ഈ dsൻ്റെ r എത്രയും വരും. എവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു എലമെൻ്റ് ആണ്, സെഗ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ r കുറവായിരിക്കും. സോ r ഈസ് എ വേരിയബിൾ ആക്ച്വലി. സോ r ഇൻറ്റു ds എന്ന് വരും. Now, what is this integral r ds? That is actually a constant if I integrate over the entire length. അത് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നതാണ്. The integral over the surface, that is integral r ds, is the that is equivalent to the twice area enclosed. ഏരിയ എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്തോണം, അതായത് ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ വരിക. ഏരിയ എൻക്ലോസ്ഡ് മീൻസ് ഇതാണ് സെൻട്രോയിഡ്. ഒരു ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ നമുക്കൊരു സർക്കിളിൻ്റെ ഏരിയ വെച്ചോ ഇക്വേഷൻ വെച്ചോ നമുക്ക് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഫോർ സച്ച് ഇറഗുലർ സർഫസ് ഞാനിവിടെ മീൻ അല്ലെങ്കിൽ മീഡിയൻ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ മീഡിയൻ കർവ്, അതായത് ഡോട്ടഡ് കർവിനുള്ളിൽ എത്ര ഏരിയ വരും? ഇതാണ് മീൻ ഏരിയ എന്ന് പറയുന്നത്. This much of area, the area that enclosed inside that median line, അതാണ് മീൻ ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? therefore cyclic integral r ds is equal to 2 times mean area. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ടേമാണ്. AM എന്ന് പറഞ്ഞാൽ mean area enclosed inside the median line അല്ലെങ്കിൽ മീഡിയൻ കർവ്. ഇതോർത്താം. അപ്പോൾ ഇറഗുലർ ഷേപ്പിലാണെങ്കിൽ നമുക്ക് ഈ മീൻ ഏരിയ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കില്ല. മിക്കവാറും റെഗുലർ ഷേപ്പ് സ്ക്വയറോ അല്ലെങ്കിൽ ട്രയാങ്കിളോ അല്ലെങ്കിൽ റെക്ടാങ്കിളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മീൻ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 times I. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോർക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടോർക്ക് T is equal to Q into this one. Therefore torque T is equal to Q into 2 times the mean area. അപ്പോൾ നമുക്ക് ടോർക്ക് എങ്ങനെ എഴുതാം? ടോർക്ക് is equal to 2Q into AM. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. Now or Q is equal to T by 2AM. മിക്കപ്പോഴും നമുക്ക് ആവശ്യം വരുന്നത് ഈ ഇക്വേഷൻ ആയിരിക്കും. To find the shear flow if the torque is provided. Again, how these Q and shear stress are related? Shear stress tau is equal to Q divided by the thickness is equal to T divided by 2 into thickness into A. So shear stress കണ്ടുപിടിക്കാനും മിക്കവാറും നമുക്ക് ആവശ്യം വരും. So at least ഈ 2 equations രണ്ടെണ്ണം ഓർത്തിരിക്കുക. Torque equation T is equal to 2QAM. Then shear stress tau is equal to T divided by 2T into AM. ഇതിൽ നിന്നാണ് നമ്മൾ Q എഴുതുന്ന shear flow is equal to T divided by 2 into AM. Now how to find the angle of twist theta? Theta per unit length കണ്ടുപിടിക്കണം. നമുക്ക് ഇതുവരെയുള്ള എല്ലാ ഡെറിവേഷനും നമ്മൾ ഇതുപോലെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, ടോർക്ക്, ഷിയർ സ്ട്രെസിൻ്റെ എല്ലാ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. സോ ഫോർ ദ തിൻ വാൾഡ് ട്യൂബ് ഓൾസോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് തീറ്റ. സോ അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെയിൻ എനർജി ഇക്വേഷനിൽ നിന്നാണ്. ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ മൊഡ്യൂൾസിൽ. ഫ്രം ദ സ്ട്രെയിൻ എനർജി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് ഇതെല്ലാം കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഐ എം റൈറ്റിംഗ് ദി ഇക്വേഷൻ. ദി സ്ട്രെയിൻ എനർജി U is equal to, നമ്മൾ എടുക്കുന്നത് എ ഷാഫ്റ്റ് ദാറ്റ് ഈസ് അണ്ടർഗോയിങ് എ ടോർക്ക് T. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ദാറ്റ് ടോർക്ക് ദർ വിൽ ബി ഷിയർ സ്ട്രെസ് ഇൻ ദ മെറ്റീരിയൽ ടൗ. ദ മാക്സിമം ഷിയർ സ്ട്രെസ് ടൗ ആണെങ്കിൽ ദെൻ ദ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ടൗ സ്ക്വയർ ബൈ 2G ആയിരിക്കും. G എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി എത്ര വരും? ടോട്ടൽ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ടൗ സ്ക്വയർ ബൈ 2G ഇൻറ്റു വോളിയം. സോ
such a material in which the thickness is varying, അങ്ങനെയാണെങ്കിലോ integrate over the entire surface into volume. So ഇതാണ് strain energy per unit volume into volume. dV എടുത്തു കഴിഞ്ഞാൽ total strain energy കിട്ടും. ഇതിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടി, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൗ ഇൻ ടേംസ് ഓഫ് ക്യൂ എന്തായിരുന്നു? ടൗ ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ 2t AM. ഇത് നമുക്ക് ക്യൂ വേണം റീപ്ലേസ് ചെയ്യാം. ഇനി ഇതെവിടെ ഇടുവാണെങ്കിൽ സ്ട്രെയിൻ എനർജി യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4t സ്ക്വയർ AM സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g into dv. Now what is dv? dv എന്ന് പറഞ്ഞാൽ വോളിയമാണ്, ചെറിയ വോളിയമാണ് വേണ്ടത്, ചെറിയ എലമെൻറ്റിൻ്റെ വോളിയം. എലമെൻറ്റിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇഫ് ഐ കൺസിഡർ ദ ഷാഫ്റ്റ്, ഇറഗുലർ ഷാഫ്റ്റ് ആണ്, അതിലൊരു ചെറിയ എലമെൻറ്റ് ദാറ്റ് ഈസ് ds ലെങ്ത് ഉള്ളത്, അതിൻ്റെ തിക്നെസ് t, നോ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് l. അങ്ങനെയാണെങ്കിൽ ദ വോളിയം ഓഫ് എലമെൻറ്റ് ഓഫ് ദാറ്റ് ഷാഫ്റ്റ്, 10 വോൾട്ട് ഷാഫ്റ്റ് എത്ര വരും? ds ഇൻറ്റു ടി എടുത്ത് കഴിയുമ്പോൾ ഈ ഏരിയ കിട്ടും, ds ഇൻറ്റു ടി. അതുപോലെ തന്നെ ലെങ്ത് എടുക്കുക, അപ്പം വോളിയം കിട്ടും, മൾട്ടിപ്ലൈ വിത്ത് ലെങ്ത്. സോ ടി ഇൻറ്റു ds ഇൻറ്റു ലെങ്ത്. സോ ഡി വി ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ds ഇൻറ്റു തിക്നെസ്. സോ ദിസ് ബിക്കം ടി സ്ക്വയർ ബൈ 4t സ്ക്വയർ AM സ്ക്വയർ 1/2g into L into T into ds. Therefore U is equal to, now torque is constant and we can take all these constant out of the integral, t square then AM square, then one t cancel agum, therefore become t square L, adu mathra numerator il, then denominator il 4 into 2, 8 വരും, 8g then AM square integration അകത്ത് ds divided by t. So that is equation for strain energy. Now we are going to find out the angle of twist theta from the strain energy. അത് പഠിച്ചിട്ടുണ്ട്. Theta per unit length, angle of twist per unit length theta is equal to derivative strain energy with respect to torque. So dou by dou t of t square L divided by 8g AM square integral ds by t. ഇതിൽ with respect to torque ചെയ്താൽ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. So this become 2t into ഇത്രയും കോൺസ്റ്റൻസ് വരും, 2t L divided by 8g AM square integral ds divided by t. Now 2 8 cancel, 4 വരും. Per unit length ആണ് കൺസിഡർ ചെയ്യുന്നത്. So L is equal to 1. Therefore theta is equal to t divided by 4g AM square integral ds by t. ഇതാണ് angle of twist per unit length. Now we can take a case where thickness is constant. If thickness is constant within the section, അങ്ങനെയാണെങ്കിലോ thickness constant ആണെങ്കിൽ along the length of that small element t remains constant, so we can take t out of the integral, then remaining is only integral ds മാത്രമേ വരുള്ളൂ. integral ds ഞാൻ s എന്ന് വിളിക്കുന്നു. what is s actually? length of that small element ആണ് ds. അപ്പം s എന്ന് പറഞ്ഞാലോ length of the entire element. അപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ മൊത്തം പെരിഫറി അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ് s എന്ന് പറയുന്നത്. so if t is a constant, then integral ds by t is equal to s by t. s എന്ന് പറഞ്ഞാൽ length of that element അല്ലെങ്കിൽ length of edge അല്ലെങ്കിൽ length of that face etc. t is the constant thickness. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തീറ്റ ഇക്വേഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആകും. t into s
divided by 4g am square into t. ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ ഇക്വേഷൻ. Now next we are going to find out the torsion constant അഥവാ J എന്ന് വിളിക്കും. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. J is equal to T divided by G theta. നമ്മൾ നേരത്തെ ടോർഷൻ ഇക്വേഷൻ പഠിക്കുന്നതാണ്. ടോർഷൻ ഓഫ് നോൺ സർക്കുലർ ബാർ സോളിഡ് ഷാഫ്റ്റിലെല്ലാം പഠിക്കുന്നതാണ്. ടോർക്ക് ഓൾറെഡി നമുക്കറിയാം. ദെൻ G കോൺസ്റ്റൻ്റ് ആണ്. തീറ്റ ഈസ് തീറ്റ പെർ യൂണിറ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ബിക്കം T divided by G into തീറ്റ വാല്യൂ ഇതായത് T S into 4g am square into small t. So t cancel ആകും, g cancel ആകും. Remaining is 4 am square t divided by s. Again, if I write the equation for u, if t is a constant, എന്ത് വരും? യുവിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ എഴുതിയിരുന്നു. ടി സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ 8g am സ്ക്വയർ ഇൻ്റഗ്രൽ ഡി എസ് ബൈ ടി. ടി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എസ് ബൈ ടി എത്ര വരും? എസ് ബൈ ടി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ 8g am സ്ക്വയർ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ടി. ഇനി ഇത് തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. കാരണം ഇവിടെ J is equal to 4 am square t by s ആണ്. ഇവിടെ നമുക്ക് 4 am square t divided by s ഇത്രയും ടേമിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. J എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റെപ്രസെൻറ്റ് u ഇൻ ടേംസ് ഓഫ് J ഓൾസോ. ദാറ്റ് ഈസ്, ഞാൻ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് എഴുതുന്നില്ല. യു ക്യാൻ ഒബ്സർവ് ദാറ്റ് ഇക്വേഷൻ. u ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ 2g ഇൻറ്റു J. ഇതാണ് ഫൈനൽ ആൻസർ. ഈ ഫോമിൽ വരും. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. Whether G into J in the denominator, that is called the torsional rigidity. That's all. Now we are going to consider two different cases. രണ്ട് സ്റ്റാൻഡേർഡ് ഷേപ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആദ്യത്തേത് സർക്കുലർ ട്യൂബ്, രണ്ടാമത്തേത് റെക്ടാങ്കുലർ ട്യൂബ്. സോ തിൻ വാൾഡ് ക്രോസ് സെക്ഷനിൽ ഇത് രണ്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോമെട്രീസ് ആണ്. വി ക്യാൻ എക്സ്പെക്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് യൂസിങ് ദീസ്. ഇവിടെ ഒരു സർക്കുലർ ട്യൂബ് ആണെങ്കിൽ ഇതാണ് തിൻ വാൾഡ് ക്രോസ് സെക്ഷനുള്ള സർക്കുലർ ട്യൂബ്. ആർ എന്ന് പറയുന്നത് മീൻ റേഡിയസ് ആണ്. മീൻ റേഡിയസ് മീൻസ് ഔട്ടർ ഡയമീറ്റർ ഇവിടെയുണ്ട്, ഇന്നർ ഡയമീറ്റർ ഉണ്ട്. ഐ മീൻ ഔട്ടർ സർക്കിൾ, ഇന്നർ സർക്കിൾ ഉണ്ട്. ഇതാണ് തിക്നെസ് സ്മോൾ ടി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയൻ സർക്കിൾ വരയ്ക്കുന്നു. ആ മീഡിയൻ സർക്കിളിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. സോ സ്മോൾ ആർ മീഡിയൻ റേഡിയസ് ഉണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ ദി മീൻ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ എൻക്ലോസ്ഡ് ഇൻസൈഡ് ദാറ്റ് മീഡിയൻ സർക്കിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇനി ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്കറിയാം, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് ടൗ ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ 2t ഇൻറ്റു എ എം. ഇതിൽ എ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി ഡിവൈഡഡ് ബൈ 2t ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇതാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ, സ്റ്റാൻഡേർഡാണ്. Then torsion constant J is equal to 4 am square divided by integral ds by t. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഇറ്റ് ബിക്കം 4 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ ഡി എസ് ബൈ ടി. ഞാൻ പറഞ്ഞു തിക്നെസ് ടി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ദി ഇൻറ്റഗ്രൽ. Cyclic integral means that is integration along that median. അപ്പോൾ along that median ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും തിക്നെസ് എല്ലാ പോയിന്റിലും സെയിം ആണ് ടി. അങ്ങനെയാണെങ്കിൽ we can take t out of that integral. The remaining എന്ത് വരും? 1/t into integral ds. What is integral ds? നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ പറഞ്ഞു ഓർക്കുക. ds എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ ലെങ്താണ്. അങ്ങനെയാണെങ്കിൽ integral ds എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ് ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദി എൻ്റയർ ലെങ്ത്, എൻ്റയർ മീഡിയൻ. അങ്ങനെയാണെങ്കിൽ എസ് മീൻസ് ടോട്ടൽ പെരിഫറൽ ലെങ്ത് വരും. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദാറ്റ് മീഡിയൻ സർക്കിൾ ഓർ ഇറ്റ് ഈസ് എ സർക്കംഫറൻസ് ഓഫ് ദാറ്റ് മീഡിയൻ സർക്കിൾ. സോ ഇറ്റ് ബിക്കം എസ്
by T. എപ്പോഴാണ് S by T വരിക? Because thickness is constant over the entire length. So S is equal to length of median is equal to circumference. So how much is the value? 4 pi square r raised to 4 divided by circumference എന്ന് പറയുന്നത് 2 pi r ആണ്. 2 pi into smaller ആണ്. Then divide by T, മേളിൽ വരും thickness T. So ഒരു r ക്യാൻസൽ ആകും, പൈ ഒന്ന് ക്യാൻസൽ ആകും, 2 ക്യാൻസൽ ആകും, റിമൈനിങ് ഈസ് 2 pi r cube T. 2 pi r cube T. That is equation for torsion constant J. നമ്മൾ സർക്കുലർ ട്യൂബിലാണെങ്കിൽ വേറൊരു പേര് വിളിക്കും, that is called polar moment of inertia. So polar moment of inertia value for circular tube of thin wall is equal to 2 pi r cube into T. J value നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ it is easy to find out the value of angle of twist per unit length theta. T divided by G into J അതാണ് എളുപ്പം. So T divided by G into J value is 2 pi r cube into T. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എഴുതുന്ന അറിയാനൊന്നുമില്ല, ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക, ടൗ J ഇക്വേഷൻസ്, അതുപോലെ മെയിൻ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർത്തിരിക്കുക. Now coming to the second one, that is rectangular tube. ഒരു rectangular tube ആണെങ്കിൽ, suppose the rectangular tube or thin walled rectangular section, ഇതിന് വിഡ്ത്തും ഹൈറ്റും ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ let the mean width be ഓർക്കുക, മീൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെർട്ടിക്കലായിട്ടുള്ള ലിംബ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫേസിൻ്റെയും സെൻട്രൽ ലൈൻ, ഇതാ ഇവിടെ സെൻട്രൽ ലൈൻ ഇവിടെ വരും, അത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ബി, ദാറ്റ് ഇസ് വിഡ്ത്ത്. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നതും ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ മീൻ ഹൈറ്റ് ആയിരിക്കും എച്ച്. നോക്കുക, ഔട്ടർ അല്ല ഇന്നർ അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആവറേജ് ഹൈറ്റ്. അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദി വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ മീൻ റെക്ടാങ്കിൾ. ഒരു മീൻ റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മീഡിയൻ കൺസിഡർ ചെയ്യുക. ഇതാണ് മീഡിയൻ. നൗ ദ തിക്നെസ് ലെറ്റ് ഇറ്റ് ബി T. അവിടെയും പ്രശ്നമുണ്ട്, കാരണം ഈ ചില കേസിൽ ഇതിൽ എല്ലാ സൈഡിലും ഓരോ തിക്നെസ് ആയിരിക്കും, T1, T2, T3, T4. അങ്ങനെയാണെങ്കിൽ 4 ഡിഫറെൻ്റ് ആയിട്ട് എടുക്കണം. ചില കേസിൽ ഈ ഹൊറിസോണ്ടൽ ഫേസിൽ രണ്ടിലും സെയിം തിക്നെസ്, വെർട്ടിക്കൽ ഫേസിൽ രണ്ടിലും സെയിം തിക്നെസ്, അങ്ങനെയായിരിക്കും. അപ്പോൾ തൽക്കാലം അങ്ങനെ എടുക്കാം എളുപ്പത്തിന് വേണ്ടി. ചിലപ്പോൾ എല്ലാത്തിനും ഒരേ തിക്നെസ് ആയിരിക്കും, ദാറ്റ് ഈസ് മോസ്റ്റ് ഈസിയസ്റ്റ് കേസ്. സോ ലെറ്റ് ദിസ് ബി T2. ഇത് T1 എന്നിരിക്കട്ടെ, ഇത് T1, T2, ഇതും T1, ഇതും T2. അതായത് ഹൊറിസോണ്ടൽ രണ്ടും T2, വെർട്ടിക്കലായിട്ടുള്ള ഫേസ് രണ്ടും T1. ദെൻ വിഡ്ത്ത് ഹൈറ്റ് ആവറേജ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് മീൻ ഏരിയ? AM is equal to area included inside that median or median rectangle, which is equal to, നോക്കുക, ഇത് B ആണ്, ഇത് H ആണ്. സോ ഡയറക്റ്റ് മൾട്ടിപ്ലൈ B into H. ഇനി ചില കേസിൽ ഇങ്ങനെ വരും, B will be the inside one, H will be the inside height. അങ്ങനെയാണെങ്കിൽ ഈ ഇൻസൈഡ് വിഡ്ത്ത് B അതിൻ്റെ കൂടെ തിക്നെസ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ മീഡിയൻ്റെ വിഡ്ത്ത് ആവത്തുള്ളൂ. ഔട്ടർ വിഡ്ത്ത് വേണമെങ്കിൽ B പ്ലസ് T1 പ്ലസ് T1, ദാറ്റ് ഈസ് 2T1 വരും. ഇനി ചില കേസിൽ ഇന്നർ ഹൈറ്റാണ് സ്മോൾ എച്ച് എങ്കിൽ ഇന്നർ ഹൈറ്റിൻ്റെ കൂടെ ഇതാ ഇവിടെ T2, താഴെ ഇവിടെ ഹാഫ് T2, ഇവിടെ ഹാഫ് T2 കൂട്ടിക്കഴിഞ്ഞാൽ T2, ദാറ്റ് ഈസ് മീഡിയൻ ഹൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ എച്ച് പ്ലസ് T2 വരും. ഔട്ടർ എന്ന് പറയുന്നതോ സ്മോൾ എച്ച് പ്ലസ് 2T2 വരും. അതാണ് ചില സ്പെസിഫിക്കേഷൻ അങ്ങനെ കൊടുക്കും, ഇന്നർ ആൻഡ് ഔട്ടർ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മീഡിയൻ്റെ വാല്യൂ അല്ലെങ്കിൽ മീഡിയൻ്റെ വിഡ്ത്ത് ഹൈറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ കേസിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, മീഡിയൻ്റെ വിഡ്ത്തും ഹൈറ്റും തന്നെയാണ് B വെച്ചും, അതുകൊണ്ട് നോ നീഡ് ടു ഗോ ഫോർ ഇൻ അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, വി ക്യാൻ ഡയറക്ട്ലി മൾട്ടിപ്ലൈ ഗെറ്റ് ദി മീൻ വാല്യൂ ഓഫ് ഏരിയ. ഇനി വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് എത്ര വരും? ഷിയർ സ്ട്രെസ് ഇവിടെ നേരത്തെ പറഞ്ഞു ഓർക്കുക, Q will be same, Q will be constant at every section. ആ Q എന്ന് പറഞ്ഞാൽ ഷിയർ ഫ്ലോ ആണ്, പ്രോഡക്റ്റ് ഓഫ് ഷിയർ സ്ട്രെസ് ആൻഡ് തിക്നെസ്. ഇവിടെ
തിക്നെസ് മാറ്റമുണ്ട്. ഇവിടെ T1 ഇവിടെ T2 ആണ്. സോ ഈ രണ്ട് സെക്ഷനിലും അല്ലെങ്കിൽ ഈ രണ്ട് ലിംബിലും ഡിഫറൻറ്റ് ഷിയർ സ്ട്രെസ് ആയിരിക്കും. കാരണം രണ്ടും കൂടെ ഇവിടെ ഷിയർ സ്ട്രെസ് ഇൻറ്റു T2 എടുത്താൽ കിട്ടുന്ന വാല്യൂയും ഇവിടെ ഷിയർ സ്ട്രെസ് ഇൻറ്റു T1 എടുത്താൽ കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കണം. സോ ഓബിയസ്ലി ഷിയർ സ്ട്രെസ് വിൽ ബി ഡിഫറൻറ്റ് ആയിട്ട് ഹിയർ ആൻഡ് ഹിയർ. അതുകൊണ്ട് ഡിഫറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? തിക്നെസ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് തിക്നെസ് വ്യത്യാസമുള്ള എല്ലാ കേസിലും ഷിയർ സ്ട്രെസ്സും വ്യത്യാസം ഉണ്ടാവും. സോ ഹിയർ ലെറ്റ് ടൗ വി ബി ദി ഷിയർ സ്ട്രെസ് ഓൺ ദി വെർട്ടിക്കൽ സൈഡ്. ഏതാ വെർട്ടിക്കൽ സൈഡ്? ഇതായത് ഈ ഒരു ലിംബും ഈ ഒരു ലിംബും. സോ എങ്ങനെ എഴുതാം? ഇക്വേഷൻ T ഡിവൈഡഡ് ബൈ 2T ഇൻറ്റു AM, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇസ് ഈക്വൽ ടു T ഡിവൈഡഡ് ബൈ തിക്നെസ്. എവിടത്തെയാണോ ഷിയർ സ്ട്രെസ് കൊണ്ട് അവിടുത്തെ തിക്നെസ് ഇടുക. വെർട്ടിക്കൽ ലിംബാണെങ്കിൽ ഇവിടുത്തെ T1 ആണ്. 2T1 ഇൻറ്റു AM, ദറ്റ് ഈസ് B ഇൻറ്റു H. അതുപോലെ ഹൊറിസോണ്ടൽ സൈഡ് അതായത് ഈ രണ്ട് ഹൊറിസോണ്ടൽ സൈഡിലെയും ഷിയർ സ്ട്രെസ്സാണ് വേണ്ടതെങ്കിൽ T ഡിവൈഡഡ് ബൈ 2, അവിടുത്തെ തിക്നെസ് വാല്യൂ എത്രയാണ്? T2 ആണ്. T2 ഇൻറ്റു B ഇൻറ്റു H. അത്രയുള്ള വേറെ അറിയാനൊന്നുമില്ല. അപ്പോൾ എവിടുത്തെയാണോ വേണ്ടത് ഷിയർ സ്ട്രെസ് അവിടുത്തെ തിക്നെസ് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. കമ്മിങ് ടു ദ തേർഡ് വൺ, ടോർഷണൽ റിജിഡിറ്റി ടോർഷണൽ കോൺസ്റ്റൻറ്റ്. ടോർഷൻ കോൺസ്റ്റൻറ്റ് J is equal to 4a m square divided by integral ds by t. ഇതിൽ AM ഒന്നും അറിയാൻ വ്യത്യാസമൊന്നുമില്ല, പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമില്ല. B ഇൻറ്റു H ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആണ് നമുക്ക് പ്രശ്നം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ds ബൈ ടി. ഞാൻ നേരത്തെ പറഞ്ഞു തിക്നെസ് എൻറ്റയർ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ, എൻറ്റയർ സർക്കംഫറൻസിൽ അല്ലെങ്കിൽ എൻറ്റയർ പെരിമീറ്ററിൽ കോൺസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ വി ക്യാൻ ടേക്ക് T ഔട്ട് ഓഫ് ദ ഇൻറ്റഗ്രൽ. അപ്പോൾ S/T മാത്രമേ വരുള്ളായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ T1 ഇവിടെ T1 ഇവിടെ T2 ഇവിടെ T2. അപ്പോൾ ആദ്യം 4 ഡിഫറൻ്റ് ആയിട്ട് എടുക്കാം. എങ്ങനെ വരും? സ്പ്ലിറ്റ് ദ ഇൻറ്റഗ്രൽ ഇൻറ്റു 4, 1 2 3 4 അങ്ങനെ 4 സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ എന്തെടുക്കാം? ഇത് മാത്രം എടുക്കുക. സോ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ലെങ്ത് ഇത് സപ്പോസ് ഇറ്റ് ഈസ് DS1, ഇത് DS2, ഇത് DS3, ഇത് DS4 ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ DS1 ബൈ T1 പ്ലസ് ഇൻറ്റഗ്രൽ DS2 ബൈ T2 അങ്ങനെ എടുക്കുക. അപ്പോൾ ആദ്യത്തെ ഏതാണ്? ടോട്ടൽ ലൂപ്പ് എൻ്റയർ കവർ ചെയ്ത് വരണം. ഇൻറ്റഗ്രേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് വൺ ഇതെടുക്കാം. എത്ര വരും? ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ ലെങ്ത് എത്രയാണിത്? ദാറ്റ് ഈസ് H ഡിവൈഡഡ് ബൈ ഇവിടുത്തെ T1. ഇനി DS എടുത്താലും കാര്യമില്ല, ഡി ഇൻറ്റഗ്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, എൻ്റയർ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് T1 only. So we can take T1 out of that integral. So T1 വന്നു. Then integral ds വരും. Integral ds എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് that is H. So H divided by T1 പ്ലസ് രണ്ടാമത്തേത് ഇത് ഈ ലെങ്താണ്. എത്ര വരും? ഇൻറ്റഗ്രൽ ds ബൈ T ഇവിടെ T2 ആണ്. സോ 1 ബൈ T2 ഇൻറ്റഗ്രൽ ds ഓവർ ദിസ് ലെങ്ത് എത്ര വരും? ദാറ്റ് ഈസ് B പ്ലസ് അഗൈൻ ഇത്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. ലെങ്ത് ഡിവൈഡ് ബൈ തിക്നെസ് H ഡിവൈഡഡ് ബൈ തിക്നെസ് അഗൈൻ T1 പ്ലസ് അടുത്തത് B ഡിവൈഡ് ബൈ തിക്നെസ് T2. ഇത്രയേ ഉള്ളൂ. സോ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കോണ്ടൂർ കംപ്ലീറ്റ് ആവണം. അത്രേ വ്യത്യാസമുള്ളൂ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ H/T1 രണ്ടെണ്ണം ഉണ്ട്. സോ 2H/T1 വരും. B/T2 രണ്ടെണ്ണം ഉണ്ട്. സോ 2B/T2 വരും. 2 കോമൺ എടുക്കുക. ഈ 2 4 ക്യാൻസൽ ആകും. അതിൽ 2 മിച്ചം മേളിൽ വരും. ദെൻ ഇവിടെ T1 ഇവിടെ T2 രണ്ടും LCM എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അത് ന്യൂമറേറ്ററിലേക്ക് ഇടുക. സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും 2 ഇൻറ്റു ഇത് B² H² വരും. ദെൻ ഇതിന് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും T1 T2 വരും. T1 ഇൻറ്റു T2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ T1B പ്ലസ് T2H. ഇതാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഈ കേസിൽ സപ്പോസ് T1 T2 T3 T4 അങ്ങനെ 4 ലിമ്പിലും 4 ഡിഫറൻറ്റ് തിക്നെസ് ആയിരുന്നെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. T1 T2 T3 T4 സെപ്പറേറ്റ് ഇടണം. അതുപോലെ ന്യൂമറേറ്റർ. ഇനി മോസ്റ്റ് സിമ്പിൾ കേസ് ആണെങ്കിൽ സപ്പോസ് തിക്നെസ് എല്ലാം സെയിം ആണ്. ഇഫ് T1 = T2 ആണെങ്കിലോ നമുക്ക് പണി എളുപ്പമായി. കാരണം ഇത് T1 = T2 = T എന്ന് എഴുതാം. ഒരു കോമൺ തിക്നെസ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് T² എന്ന് വരും. ഇവിടെ T1 T2 സെയിം ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ദാറ്റ് കോമൺ ദാറ്റ് എൻ്റയർ ടേം. അങ്ങനെയാണെങ്കിൽ നമുക്ക് T1 പുറത്ത് വരും. ഇവിടെ T1 ഒരെണ്ണം ക്യാൻസൽ ആകും. ബാക്കി എന്ത് വരും? J = 2B² H²
ഇൻറ്റു ഒരു ടി ക്യാൻസൽ ആവും, ബാക്കി ഒരു ടി മാത്രമേ ഉള്ളൂ, ഡിവൈഡ് ബൈ ബി പ്ലസ് എച്ച്, ഇത്രയും വരുള്ളൂ.